ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആ സെക്ഷനിൽ നിന്ന് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ക്വസ്റ്റ്യൻ ഇതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ ശ്വസന വിശ്രാന്തി ഉപയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. 3 തന്നിട്ടുണ്ട് നമുക്ക്. ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ്. അതെന്തായാലും റോങ് ആണ് അല്ലേ? ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണെന്നുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അത് കറക്റ്റാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭാവിയിൽ സംഭവിക്കുന്നതുമായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഭാവിയിൽ സംഭവിക്കുന്നതുമായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അപ്പൊ 2ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഹോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധിസിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഹോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധിസിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം എന്താണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏത് തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏത് തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സാമൂഹികം. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്കണ്ഠ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം. ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏതാണെന്നുള്ളതാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? അതിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ,
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ ആയിട്ട് വരുന്നത് ഈ 4 ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏത് തരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏത് തരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശാരീരിക ചലനപരമായ ബുദ്ധി. ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധിയാണ് 6 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ തന്നെയാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല PSC എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ്. നേരത്തെയും നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. വേറെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ച് തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ഭാഗമാണ്? ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഉത്കണ്ഠ. അതുമായി ബന്ധപ്പെട്ട ചോദ്യവും മുമ്പ് ചോദിച്ചിട്ടുണ്ട് വേറെയും PSC എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചതെന്നുള്ളത്? ഗാർഡനർ ആണ് ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഗാർഡനർ ആണ്. ആക്രമണോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞനാണ് ബന്ദുര. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആത്മസംതൃപ്തി. ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏത് എന്നുള്ളതിന് ആൻസർ ആയിട്ട് വരുന്നത് ആത്മസംതൃപ്തി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.